വർക്കലയിൽ ബങ്ക് കട കുത്തി തുറന്ന് മോഷണം. സംഭവത്തെക്കുറിച്ച് പരാതി നൽകി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പരാതി. വർക്കല ശിവഗിരി ശാരദാഗിരി റോഡിൽ ബങ്ക് കട നടത്തുന്ന രജനീകാന്ത് എന്ന വികലാംഗനാണ് പോലീസ് അവഗണനാ മനോഭാവം കാണിക്കുന്നതായി പരാതി ഉന്നയിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിക്കാണ് കടയിൽ മോഷണം നടന്ന വിവരം രജനീകാന്ത് അറിയുന്നത്. ഇന്നലെ വൈകിട്ട് കട പൂട്ടി വീട്ടിലേക്ക് പോയ രജനീകാന്തിനെ ഇന്ന് രാവിലെ 7 മണിയോടെ ഒരു സുഹൃത്താണ് കടയുടെ പൂട്ട് പൊളിച്ചിരിക്കുന്ന വിവരം അറിയിച്ചത്. വിവരമറിഞ്ഞ് കടയിലെത്തിയ രജനീകാന്ത് കടയിൽ വച്ചിരുന്ന 2000-ഓളം രൂപ പണപ്പെട്ടി ഉൾപ്പെടെ മോഷണം പോയ വിവരം മനസ്സിലാക്കി. തുടർന്ന് 7:30-ഓടെ വർക്കല പോലീസിൽ പരാതി നൽകി. എന്നാൽ പോലീസ് എത്താൻ വൈകിയത് നാട്ടുകാരിൽ പ്രതിഷേധമുയർത്തി. തുടർന്ന് വൈകുന്നേരത്തോടുകൂടി പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇന്നലെ 5:30 മണിയോടെ കട അടച്ചിട്ട് പോയി. ഒരു നേരം വെളുത്ത് ഒരു 7 മണിയൊക്കെ ആയപ്പം സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് നിൻ്റെ കട ഇങ്ങനെ തുറന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ പൈസയും കുറച്ച് സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടയിലെ പൂട്ട് അടിച്ചു പൊട്ടിച്ച് അവിടെ വഴി സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ മോഷണം പോയ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു 7:30 മണിയോടെ പോയി പരാതി കൊടുത്ത് ഉടനെ വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇതുവരേക്കും വന്നിട്ടില്ല. അവരെയും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. വർക്കല നഗരസഭ അനുവദിച്ചു നൽകിയ ബങ്ക് കടയാണ് മോഷ്ടാക്കൾ കുത്തി തുറന്ന് പണം മോഷ്ടിച്ചിരിക്കുന്നത്. ഈ ചെറിയ കടയിൽ നിന്നുള്ള തുച്ഛമായ വരുമാനവും ലോട്ടറിയുടെ ചില്ലറ വിൽപ്പനയുമാണ് രജനീകാന്തിന്റെയും രജനീകാന്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വൃദ്ധയായ മാതാവിന്റെയും ഉപജീവന മാർഗം. ബീക്കൺ ന്യൂസ്, വർക്കല.